അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാന എന്നുള്ള ഫിഅലിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് അൽഫിയയിൽ പഠിക്കാനുള്ളത്. കാന എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ രണ്ട് രൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കിയിരുന്നു. ഒന്നാമതായി നാഖിസായിട്ടും രണ്ടാമതായി താമായിട്ടും കാന ഉപയോഗിക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. നാഖിസ് എന്ന് പറഞ്ഞാൽ മർഫൂഉം മൻസൂബും കൂടെ ചേർന്ന് വന്നാലേ, കാന എന്നുള്ളതിൻ്റെ ഇസ്മും ഖബറും കൂടെ ചേർന്ന് വന്നാലേ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. താമ് എന്ന് പറഞ്ഞാൽ കാന എന്നുള്ളതിനോടൊപ്പം അതിൻ്റെ മർഫൂഉ മാത്രം വരലോടുകൂടെ അർത്ഥം പൂർണ്ണമാകുന്നു. അത്തരത്തിലുള്ള രണ്ട് രൂപങ്ങളിലും നാഖിസായിട്ടും താമായിട്ടും കാന ഉപയോഗിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് കാന സായിദയായിട്ട് അധികമായിട്ട് ജുംലകളിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ള കാര്യമാണ്. അതായത് അത്തരത്തിലുള്ള കാനക്ക് പ്രത്യേകിച്ച് അർത്ഥമുണ്ടാവുകയില്ല, അമലുണ്ടാവുകയില്ല, മറിച്ച് പദങ്ങളിൽ നമുക്ക് കാണാം എന്നർത്ഥം. അറബി ഭാഷയിൽ പരസ്പരം ചേർന്ന് വരുന്ന പല പദങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിഫത്തും മൗസൂഫും. ഓക്കെ, റജുലുൻ കരീമുൻ, കരീമായിട്ടുള്ള മാന്യനായിട്ടുള്ള പുരുഷൻ എന്നുള്ളിടത്ത് കരീമുൻ എന്നുള്ളത് സിഫത്താണ്, അതിൻ്റെ മൗസൂഫാണ് റജുലുൻ എന്നുള്ളത്. ഇവ രണ്ടും ചേർന്ന് വരുന്നതായിട്ടുള്ള പദങ്ങളാണെന്ന് നമുക്കറിയാം. എന്നുള്ളതുപോലെ മുബ്തദഉം ഖബറും, മുബ്തദ വന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകാൻ ഒരു ഖബർ വരുമെന്ന് നമുക്കറിയാം. ഇവ രണ്ടും മുതലാസിമായിട്ടുള്ള പരസ്പരം ചേർന്ന് വരുന്ന പദങ്ങളാണ് എന്നർത്ഥം. എന്നുള്ളതുപോലെ സിലത്തും മൗസൂലും. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ജാ അല്ലദി ലറബ്തുഹു, ഞാൻ അടിച്ചവൻ വന്നു എന്നുള്ളിടത്ത് അല്ലദി എന്നുള്ള മൗസൂലിനോടൊപ്പം ചേർന്ന് വരുന്നതാണ് അതിൻ്റെ സിലയായിട്ടുള്ള ലറബ്തുഹു എന്നുള്ളത്. ഇങ്ങനെ ചേർന്ന് വരുന്ന പദങ്ങൾക്ക് ഇടയിലായിട്ടാണ് കാന എന്നുള്ള ഫിഅല് സായിദയായിട്ട് വരാറുള്ളത്. ഓക്കെ, അതായത് റജുലുൻ കരീമുൻ, മാന്യനായ പുരുഷൻ എന്നുള്ളിടത്ത് റജുലുൻ കാന കരീമുൻ എന്നുപയോഗിക്കപ്പെടാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇത്തരത്തിൽ സയ്യിദുൻ ഖായിമുൻ എന്നുള്ളിടത്ത് സയ്യിദുൻ കാന ഖായിമുൻ. ഇവിടെ മുബ്തദഉം ഖബറുമായിട്ടുള്ള മുതലാസിമായിട്ടുള്ള പദങ്ങൾക്കിടയിലാണ് കാന എന്നുള്ള ഫിഅൽ ചേർന്ന് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മളൊരു മുബ്തദവും ഖബറും പറഞ്ഞാൽ, നമ്മളൊരു മൗസൂഫും സിഫത്തും പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു കാനയെ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റുകയില്ല. അങ്ങനെ പറ്റാറുള്ളത് ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമാണ്. അതായത് കാന എന്നുള്ളതിനെ സായിദിയാക്കാൻ പറ്റുന്നത് ഖിയാസായിട്ട് വന്നിട്ടുള്ളത്, അതായത് എല്ലാവർക്കും ചെയ്യാവുന്ന രൂപത്തിൽ വന്നിട്ടുള്ളത് ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ്. അതെവിടെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, അഫ്അല തഅജ്ജുബ് അല്ലേ, മാ അഫ്അലഹു എന്നുള്ള വസിനിൽ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ തഅജ്ജുബിൻ്റെ സീഗ എന്ന് പറയാറുള്ളത്. മാ അഹ്സനഹു എന്ന് പറഞ്ഞാൽ അവൻ എത്ര ഭംഗിയുള്ളവനാണ്. ഓക്കെ, എന്നുള്ളതുപോലെ നമുക്കറിയാവുന്നതാണ് മാ അഫ്അലഹു എന്നുള്ള വസിനിൽ വന്നാൽ അത് തഅജ്ജുബിൻ്റെ സീഗയാണ്. അവിടെ മാ എന്നുള്ളതിൻ്റെ ഇടയിലും ആ ഫിഅലിൻ്റെ ഇടയിലും കാന എന്നുള്ളതിനെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാ കാന അഹ്സനഹു എന്ന് പറയാവുന്നതാണ്. അത് മുതലാസിമായിട്ടുള്ള പദങ്ങളാണെന്ന് നമുക്കറിയാം. മാ എന്നുള്ളതും അതിൻ്റെ ഫിഅലും രണ്ടും ചേർന്ന് വരുന്ന പദങ്ങളാണ്. അവക്കിടയിൽ വേണമെങ്കിൽ നമുക്ക് കാന എന്നുള്ളതിനെ സായിദിയാക്കി കൊടുക്കാം. അത് ഖിയാസാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മുബ്തദഉം ഖബറും സിഫത്തും മൗസൂഫും മൗസൂലും സിലയും ഇവക്കിടയിലൊക്കെ കാന എന്നുള്ളത് ചേർത്തി കൊടുക്കൽ അത് ഖിയാസ് അല്ല, മറിച്ച് അറബികൾ ഏതിലാണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള രൂപങ്ങളാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈത്തിലേക്കൊന്ന് നോക്കാം. അതിനെക്കുറിച്ചാണ് നമുക്ക് ബൈത്തിലും ഷറഹിലുമായിട്ട് പഠിക്കാനുള്ളത്. وقد تزاد كان في حشو كما كان أصح علم من تقدم. ഓക്കെ, وقد تزاد كان, ചിലപ്പോൾ കാന എന്നുള്ളത് സായിദയാക്കപ്പെടാറുണ്ട്, അധികമാക്കപ്പെടാറുണ്ട്. ഖദ് എന്നുള്ളതിനോടൊപ്പം ഫിഅൽ മുളാരി വരികയാണ് എങ്കിൽ നമുക്കറിയാം അവിടെ ചിലപ്പോൾ എന്നുള്ള അർത്ഥമുണ്ടാകും. ഓക്കെ, അപ്പോൾ വഖദ് തുസാദു കാന, ചില അവസരങ്ങളിൽ കാന സായിദിയാക്കപ്പെടാറുണ്ട്. ഫി ഹഷ്വിൻ, ഇടയിലായിട്ടെന്ന് പറഞ്ഞാൽ മുതലാസിമായിട്ടുള്ള പരസ്പരം ചേർന്ന് വരുന്ന രണ്ട് പദങ്ങൾക്കിടയിലായിട്ട് കാന എന്നുള്ളത് സായിദിയാക്കപ്പെടാറുണ്ട്. ഏതുപോലെ? പോലെ മാ കാന അസഹ ഇൽമ മൻ തഖദ്ദമ. ഓക്കെ, ഇതിൻ്റെ ശരിയായിട്ടുള്ള രൂപം മാ അസഹ ഇൽമ മൻ തഖദ്ദമ എന്നായിരുന്നു. മുൻകാലികരുടെ അറിവ് എത്രത്തോളം ശരിയായിരുന്നുവെന്നുള്ള ഒരു തഅജ്ജുബിൻ്റെ സീഗയാണ്
തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ മാ എന്നുള്ള തഅജ്ജുബിൻ്റെ മാ എന്നുള്ളതിനിടയിലും അസഹ എന്നുള്ള ഫിഅലിൻ്റെ ഇടയിലും കാന എന്നുള്ള ഫിഅലിനെ സായിദയാക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ രണ്ട് മുതലാസിമായിട്ടുള്ള പദങ്ങൾക്കിടയിലായിട്ട് കാന എന്നുള്ള പദം സായിദയാക്കപ്പെടാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഷറഹിലേക്ക് നോക്കാം. കാന അല സലാസത്തി അഖ്സാമിൻ, കാന എന്നുള്ള ഫിഅൽ 3 ഇനങ്ങളായിട്ട് ഖിസ്മായിട്ട് വരാറുണ്ട്. അഹദുഹ, അവയിൽ നിന്നും ഒന്നാമത്തത് അന്നാഖിസത്തു, നാഖിസയായിട്ട് വരുന്ന കാന എന്നുള്ളതാണ്. വസാനി അത്താമത്തു, രണ്ടാമതായിട്ട് താമത്തായിട്ട് വരുന്ന കാന എന്നാണ്. വഖദ് തഖദ്ദമ ദിക്റുഹുമ, അവ രണ്ടിനെക്കുറിച്ചുള്ള പരാമർശം കഴിഞ്ഞു പോയിട്ടുണ്ട്. കാന എന്ന് പറയുന്നത് നാഖിസാകുന്ന അവസരത്തിൽ അതിന് മർഫൂഉം മൻസൂബും വേണമെന്നും താമായിരിക്കുന്ന അവസരത്തിൽ അതിന് മർഫൂഉ മാത്രം മതിയെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. വസാലിസു, ഇനി കാനയുടെ മൂന്നാമത്തെ രൂപം അസ്സായിദത്തു, സായിദയായിട്ട് വരുന്ന കാനയാണ്. വഹിയൽ മഖ്സൂദത്തു ബിഹാദൽ ബൈത്തി, ഇത്തരത്തിലുള്ള കാന എന്നുള്ളതാണ് ഈ ഒരു ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വഖദ് ദക്കറ ഇബ്നു ഉസ്ഫൂർ എന്നുള്ള നഹ്വി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, അന്നഹ തുസാദു ബൈന ശൈഇനിൽ മുതലാസിമൈനി, തീർച്ചയായിട്ടും കാന എന്നുള്ളത് മുതലാസിമായിട്ട് വരുന്ന, പരസ്പരം ചേർന്ന് വരുന്ന 2 പദങ്ങൾക്കിടയിലാണ് സായിദിയാക്കപ്പെടാറുള്ളത് എന്നാണ് ഇബ്നു ഉസ്ഫൂർ തങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ബൈത്തിൽ ഫി ഹഷ്വിൻ, ഇടയിലായിട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെയാണ് മുതലാസിമായിട്ടുള്ള പദങ്ങൾ? കൽ മുബ്തദഇ വ ഖബരിഹി, മുബ്തദഉം ഖബറും പോലെ. നഹ്വു സൈദുൻ കാന ഖായിമുൻ എന്നുള്ളത് പോലെ. ഓക്കെ, സൈദുൻ ഖായിമുൻ എന്നുള്ളിടത്ത് അതിനിടയിലായിട്ട് കാന എന്നുള്ളതിനെ ചേർത്തി കൊടുക്കുന്നു. വൽ ഫിഅലി വ മർഫൂഇഹി, ഫിഅലും അതിൻ്റെ മർഫൂഉം അതിൻ്റെ ഫാഇലിനെയും ഇടയിൽ നമുക്ക് കാന എന്നുള്ളതിനെ ചേർത്തി കൊടുക്കാവുന്നതാണ്. നഹ്വു ലം യൂജദ് കാന മിസ്ലുക, ലം യൂജദ് മിസ്ലുക, നിന്നെപ്പോലെയുള്ള മറ്റൊരാളുമില്ല, എത്തിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളിടത്ത് യൂജദ് എന്നുള്ള ഫിഅലിൻ്റെയും മിസ്ലുക എന്നുള്ള അതിൻ്റെ ഫാഇലിൻ്റെയും ഇടയിൽ കാന എന്നുള്ളതിനെ ചേർത്തി കൊടുക്കാവുന്നതാണ്. വസ്സിലത്തി വൽ മൗസൂലി, സിലയുടെയും മൗസൂലിൻ്റെയും ഇടയിലും നഹ്വു ജാ അല്ലദീ കാന അക്രംതുഹു, ജാ അല്ലദീ അക്രംതുഹു എന്നുള്ളിടത്ത് ആ അല്ലദിയുടെയും അക്രംതുഹുവിൻ്റെയും ഇടയിൽ കാന എന്നുള്ളതിന് ചേർത്തി കൊടുത്തതിനുള്ള ഉദാഹരണമാണത്. വസ്സിഫത്തി വൽ മൗസൂഫി, സിഫത്തിൻ്റെയും മൗസൂഫിൻ്റെയും ഇടയിൽ നഹ്വു മറർത്തു ബിറജുലിൻ കാന ഖായിമിൻ, ബിറജുലിൻ ഖായിമിൻ എന്നുള്ളതിൽ ആ 2 പദങ്ങൾക്കും ഇടയിൽ കാന എന്നുള്ള ഫിഅൽ ചേർത്തി കൊടുത്തതാണ്. ഞാൻ നിൽക്കുന്ന ഒരു പുരുഷൻ്റെ അരികിലൂടെ നടന്നുപോയി. വഹാദാ യുഫ്ഹമു അയ്ളൻ, ഈ ഒരു കാര്യവും കൂടെ മനസ്സിലാക്കപ്പെടുന്നു മിൻ ഇത്ലാഖി ഖൗലിൽ മുസന്നിഫി, മുസന്നിഫ് തങ്ങളുടെ ഖൗലിൻ്റെ ഇത്ലാഖിൽ നിന്നപ്പോൾ മുസന്നിഫ് തങ്ങൾ ബൈത്തിൽ ഏതെല്ലാം പദങ്ങൾക്കിടയിലാണ് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് മുത്ലഖാക്കിയിട്ട് നിരുപാധികമായിട്ടാണ് ബൈത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവും കൂടി ഈ ബൈത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഏതാണ് ഖൗലുൽ മുസന്നിഫ്? വഖദ് തുസാദു കാന ഫി ഹഷ്വിൻ, ഇടയിലായിട്ട് കാന സായിദിയാക്കപ്പെടുമെന്നാണ് ബൈത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഇടയിൽ എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഇബ്നു ഉസ്ഫൂർ തങ്ങൾ നൽകിയിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, വ ഇന്നമ തൻഖാസു സിയാദത്തുഹ, ഇപ്പോൾ നമ്മൾ പഠിച്ചു ഇത്തരത്തിൽ മുതലാസിമായിട്ട് വരുന്ന പദങ്ങൾക്കിടയിലെല്ലാം കാന സായിദയായിട്ട് വരാറുണ്ട് എന്ന്. എങ്കിലും വ ഇന്നമ തൻഖാസു സിയാദത്തുഹ, തീർച്ചയായിട്ടും കാന എന്നുള്ളതിൻ്റെ സിയാദത്ത്, അതിനെ അധികരിപ്പിക്കൽ ഖിയാസാക്കപ്പെടുന്നത്, അതായത് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്നത് ബൈന മാ വ ഫിഅലി തഅജ്ജുബി, മാ എന്നുള്ളതിൻ്റെയും തഅജ്ജുബിൻ്റെ ഫിഅലിൻ്റെയും ഇടയിലാണ്. നഹ്വു മാ കാന അസഹ ഇൽമ മൻ തഖദ്ദമ എന്നുള്ള ഉദാഹരണം പോലെ അത് നമ്മൾ ബൈത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. വലാ തുസാദു ഫി ഗൈരിഹി, ഇത് അല്ലാത്തതിൽ, അതായത് മാ വഫിഅലി തഅജ്ജുബ്, ഇവ രണ്ടിൻ്റെയും ഇടയിൽ കാന സായിദിയാക്കപ്പെടുന്നതാണ് ഖിയാസാക്കപ്പെട്ടിട്ടുള്ളത്. വലാ തുസാദു ഫി ഗൈരിഹി, ഇതല്ലാത്ത രൂപങ്ങളിൽ കാന എന്നുള്ളത് സായിദിയാക്കപ്പെടുകയില്ല. ഇല്ലാ സമാഅൻ, അറബികളിൽ നിന്നും കേട്ടിട്ടല്ലാതെ. അപ്പോൾ അറബികൾ എവിടെയെങ്കിലും അതിന് കാനയെ സായിദിയായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഈ മാ വഫിഅലി തഅജ്ജുബിൻ്റെ ഇടയിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കാനയെ സായിദിയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ,
ഇനി അറബികൾ ഉപയോഗിച്ചിട്ടുള്ള കാനയെ സായിദിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങളാണ് പറയുന്നത്. വഖദ് സുമിഅത്ത് സിയാദത്തുഹ, തീർച്ചയായിട്ടും ആ കാന എന്നുള്ളതിൻ്റെ സിയാദത്ത് അധികരിപ്പിക്കൽ കേൾക്കപ്പെട്ടിട്ടുണ്ട്, അറബികൾ പറഞ്ഞിട്ടുണ്ട്. ബൈനൽ ഫിഅലി വ മർഫൂഇഹി, ഒരു ഫിഅലും അതിൻ്റെ മർഫൂഇൻ്റെയും ഇടയിലായിട്ട്, ഫിഅലിൻ്റെയും ഫായിലിൻ്റെയും ഇടയിലായിട്ട് എന്നർത്ഥം. കഖൗലിഹിം, അറബികളുടെ ഖൗല് പോലെ, വലദത് ഫാത്തിമത്തു ബിൻതുൽ ഖുർശുബി അൽ അൻമാരിയത്തു അൽ കമലത മിൻ ബനി അബ്സിൻ ലം യൂജദ് കാന അഫ്ളലു മിൻഹും. ഓക്കെ, ഇത് അറബികൾ സാധാരണയായിട്ട് പറയാറുള്ള ഒരു പദമാണ് എന്ന് മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്, ഇതാദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഖൈസ് ബിൻ ഗാലിബ് എന്ന് പറയുന്ന ഒരു അറബിയാണ്. ഇദ്ദേഹം ഫാത്തിമത്ത് ബിൻതുൽ ഖുർശുബ് എന്നുള്ള ഒരു വനിതയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ എന്നുള്ളവരുടെ ഭർത്താവാണ് സിയാദുൽ അബ്സി എന്ന് പറയുന്നവർ. ഇവർക്ക് 2 പേർക്കും ധാരാളം മക്കളുണ്ട്. പ്രധാനമായിട്ടും 4 മക്കളാണുള്ളത്. അനസുൽ ഫവാരിസ്, ഉമാറത്തുൽ വഹാബ്, ഖൈസുൽ ഹുഫാദ്, റബീഉൽ കാമിൽ എന്നുള്ള 4 മക്കളാണ് ഇവർക്കുള്ളത്. ഈ 4 മക്കളും അറബികളിൽ തൻ്റേടികളായിട്ടുള്ള കൂടുതൽ ധീരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പദം വലദത്ത് ഫാത്തിമത്ത് ബിൻതുൽ ഖുർശുബ് എന്നുള്ള ഒരു വാക്യം അറബികളിൽ പ്രശസ്തമായിട്ടുള്ളത്. ഒന്ന് നോക്കുക, വലദത്ത് ഫാത്തിമത്ത് ബിൻതുൽ ഖുർശുബ്, ഖുർശുബിൻ്റെ മകളായിട്ടുള്ള ഫാത്തിമ എന്നുള്ളവരെ പ്രസവിച്ചിട്ടുണ്ട്. അൽ അൻമാരിയത്തു, അൻമാരിയത്ത് എന്ന് പറയുന്നത് ആ ഫാത്തിമയുടെ ഗോത്രത്തിലേക്കുള്ള നിസ്ബയാണ്. ഓക്കെ, അൽ കമലത്ത, അവർ പ്രസവിച്ചിട്ടുണ്ട്. അൽ കമലത്ത, പരിപൂർണമായിട്ടുള്ള മക്കളെ. ഓക്കെ, അൽ കമലത്ത എന്ന് പറഞ്ഞാൽ കാമിൽ എന്നുള്ളതിൻ്റെ ജംആണ് കമലത്ത്. ഓക്കെ, പരിപൂർണമായ ആളുകളെയാണ്. മിൻ ബനി അബ്സിൻ, ബനു അബ്സ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള, ബനു അബ്സി ഗോത്രം എന്ന് പറയുന്നത് ഈ ഫാത്തിമയുടെ ഭർത്താവിൻ്റെ ഗോത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം, സിയാദുൽ അബ്സി എന്നാണ്. ഓക്കെ, അബ്സ് ഗോത്രത്തിലാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ബനു അബ്സിൽ നിന്നും പരിപൂർണരായിട്ടുള്ള ആളുകളെയാണ് ഫാത്തിമ എന്നുള്ളവർ പ്രസവിച്ചിട്ടുള്ളത്. ലം യൂജദ് കാന അഫ്ളലു മിൻഹും, അവരെക്കാൾ അഫ്ളലായിട്ടുള്ള, ഈ ഫാത്തിമയുടെ മക്കളെക്കാൾ അഫ്ളലായിട്ടുള്ള മറ്റൊരാളും എത്തിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഓക്കെ, ലം യൂജദ് അഫ്ളലു മിൻഹും എന്നാണ് അവിടെ സത്യത്തിൽ അർത്ഥം ഉണ്ടാകുന്നത് എങ്കിലും ആ യൂജദ് എന്നുള്ള ഫിഅലിൻ്റെയും അഫ്ളലു എന്നുള്ള അതിൻ്റെ മർഫൂഇൻ്റെയും ഇടയിലായിട്ട് കാന എന്നുള്ള പദം ഇവിടെ അറബികൾ സായിദിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായി വഖദ് സുമിഅ അയ്ളൻ സിയാദത്തുഹ, തീർച്ചയായിട്ടും കാന എന്നുള്ളതിൻ്റെ സിയാദത്ത് കേൾക്കപ്പെട്ടിട്ടുണ്ട്. ബൈന സിഫത്തി വൽ മൗസൂഫി, സിഫത്തിൻ്റെയും മൗസൂഫിൻ്റെയും ഇടയിൽ. ഓക്കെ, ഖൗലിഹി, ഷായറിൻ്റെ ഖൗല് പോലെ. അപ്പോൾ ഷായർ പാടുകയാണ്, فكيف إذا مررت بدار قوم وجيران لنا كانوا كرامي. ഓക്കെ, ഈ ബൈത്ത് പാടിയിട്ടുള്ളത് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഫറസ്ദഖ് എന്നുള്ള കവിയാണ്. അദ്ദേഹം ഇത് പാടുന്നത് അന്നത്തെ രാജാവായിരുന്ന ഹിഷാം ബിൻ അബ്ദുൽ മലിക് എന്നുള്ളവരെക്കുറിച്ചും അവിടുത്തെ ഗോത്രവിഭാഗത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഫകൈഫ ഇദാ മറർതു ബിദാരി ഖൗമിൻ, ഫകൈഫ അപ്പോൾ എങ്ങനെയായിരിക്കും, ഇദാ മറർതു ബിദാരി ഖൗമിൻ ഒരു സമുദായത്തിൻ്റെ വീടുകളുടെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ് എങ്കിൽ, അതായത് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കും അവരുടെ ആ സമുദായവും അവരുടെ കുടുംബവും അവരുടെ ആ ഒരു കുടുംബങ്ങളുടെ വീടുകൾക്ക് അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടേക്ക് പോകുമ്പോഴേക്ക് എന്നെ അവർ സഹായിക്കാനും എന്നെ മാനിക്കാനും അവർ സമയം കണ്ടെത്തും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നുള്ളതുപോലെ വജീറാനില്ലന, ഓക്കെ, ഞങ്ങൾക്കുള്ള അയൽവാസികളുടെ വീടിൻ്റെ അരികിലൂടെയും നടന്നു പോയാൽ എങ്ങനെയായിരിക്കും, എങ്ങനത്തെ അയൽവാസികളാണ്, കിറാമിൻ മാന്യരായിട്ടുള്ള അയൽവാസികൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ജീറാനിൻ കിറാമിൻ എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ മൗസൂഫിൻ്റെയും സിഫത്തിൻ്റെയും ഇടയിലായിട്ട് കാനു എന്നുള്ള ഒരു ഫിഅല് സായിദിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെയും മൗസൂഫിൻ്റെയും സിഫത്തിൻ്റെയും ഇടയിലായിട്ട് കാന എന്നുള്ളത് അധികരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
ഇനി അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. വശദ്ദ സിയാദത്തുഹ ബൈന ഹർഫിൽ ജരി വ മജ്റൂറിഹി. വശദ്ദ സിയാദത്തുഹ, കാന എന്നുള്ളതിന് അധികരിപ്പിക്കൽ ഷാദായിട്ട് വന്നിട്ടുണ്ട്. അതായത് അറബികൾ പരക്കെ ഉപയോഗിക്കുന്നതല്ല, മറിച്ച് ഒറ്റപ്പെട്ട 1-2 അറബികൾ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ബൈന ഹർഫിൽ ജരി വ മജ്റൂറിഹി, ഹർഫുൽ ജറിൻ്റെയും അതിൻ്റെ മജ്റൂറിൻ്റെയും ഇടയിലായിട്ട് കാനയെ ചില അവസരങ്ങളിൽ ഷാദായിട്ട് സായിദിയായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് കൗലിഹി, ഷായറിൻ്റെ കൗല് പോലെ സറാത്തു ബനി അബീ ബക്രിൻ തസാമ അലാ കാനൽ മുസവ്വമത്തിൽ ഇറാബി. ഓക്കെ, എന്നുള്ള ബൈത്താണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഫറാ എന്നുള്ള ഒരു പണ്ഡിതൻ ഈ ഒരു ബൈത്തിനെ മറ്റൊരാളിൽ നിന്നും ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും അബൂബക്കർ എന്നുള്ള ഒരാളുടെ കുടുംബ പരമ്പരയിലുള്ള നേതാക്കന്മാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. സറാത്തു ബനി അബീബക്കരിൻ, അബൂബക്കറിൻ്റെ മക്കളിൽപ്പെട്ടിട്ടുള്ള അവരുടെ സന്താന പരമ്പരകളിൽപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ തസാമ. തസാമ എന്ന് പറഞ്ഞാൽ റക്കിബ അലൽ ഫർസി എന്നാണ് അർത്ഥം. അതായത് യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് കയറുന്നതിനെ കുറിച്ചാണ് തസാമ എന്ന് പറയുന്നത്. ഓക്കെ, അലാ കാനൽ മുസവ്വമത്തിൽ ഇറാബി, അവിടെ കാന എന്നുള്ളത് സായിദയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അലൽ മുസവ്വമത്തിൽ ഇറാബി, മുസവ്വമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം വക്കപ്പെട്ടിട്ടുള്ള എന്തിനാണ് പറയുക, കുതിരക്കാണ് പറയുക. അതായത് പണ്ട് കാലങ്ങളിൽ അറബികൾ അവരുടെ കുതിരകൾ, ഒട്ടകങ്ങളൊക്കെ കൂടുതൽ വിലപിടിപ്പുള്ളതും മറ്റുമൊക്കെയാണെങ്കിൽ അത് മാറിപ്പോകാതിരിക്കാൻ അതിൽ അടയാളം വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അടയാളം വെക്കപ്പെട്ടിട്ടുള്ള നല്ല മുന്തിയ ഇനം കുതിരകളിലാണ് ആര് കയറുന്നത്, ബനു ബക്കർ ഗോത്രത്തിലെ നേതാക്കന്മാർ കയറുന്നത്. അതുതന്നെ അൽ ഇറാബി, ഇറാബി എന്ന് പറഞ്ഞാൽ അറേബ്യൻ കുതിരകൾ എന്നർത്ഥം. ഓക്കെ, അറബികൾക്കിടയിൽ അന്നാട്ടിലെ തന്നെ അറേബ്യയിൽ തന്നെയുള്ള കുതിരകൾക്ക് കൂടുതൽ മേന്മയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അറബി കുതിരകൾ തന്നെ അതുതന്നെ അടയാളം വെക്കപ്പെട്ടിട്ടുള്ള കുതിരകളിൽ കയറിയിട്ടാണ് അബൂബക്കറിൻ്റെ സന്തതികളിലെ നേതാക്കന്മാർ യാത്ര ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ബൈത്തിലൂടെ കവി പറയുന്നത്. ഏതായാലും ഇവിടെ അലൽ മുസവ്വമത്തി എന്നുള്ള അല എന്നുള്ള ജാർ ഹർഫുൽ ജറിൻ്റെയും മുസവ്വമത്തി എന്നുള്ള മജ്റൂറിൻ്റെയും ഇടയിലായിട്ട് കാന എന്നുള്ള ഫിഅലിനെ സായിദിയാക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യവും കൂടെ ഇതിനിടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാന എന്നുള്ളത് സായിദിയാക്കപ്പെട്ടിട്ടുള്ളത് മാളിയുടെ രൂപത്തിൽ മാത്രമായിരുന്നു അല്ലേ. അതായത് കാന, കാനു ഇത്തരത്തിലുള്ള മാളിയായ രൂപങ്ങളിൽ മാത്രമേ നമ്മൾ ഇതുവരെ കാന സായിദിയാക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടുള്ളത്. എന്നാൽ ചില അവസരങ്ങളിൽ ഷാദായിട്ട് കാന യകൂനു എന്നു തന്നെ, തക്കൂനു എന്നൊക്കെയുള്ള മുളാരിഅന്റെ സീഗ അവിടെ സായിദിയാക്കപ്പെട്ടതായിട്ട് കാണാവുന്നതാണ്. അതാണ് അടുത്തത്, ഒന്ന് ശ്രദ്ധിക്കുക. വ അക്സറു മാ തുസാദു ബിലഫ്ളിൽ മാളി, തീർച്ചയായിട്ടും കാന എന്നുള്ളത് മാളിയുടെ പദം കൊണ്ടാണ് കൂടുതലായിട്ടും സായിദിയാക്കപ്പെടാറുള്ളത്, നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ. വഖദ് ശദ്ദത്ത് സിയാദത്തുഹാ ബിലഫ്ളിൽ മുളാരിഇ, എന്നാൽ മുളാരിഅന്റെ പദം കൊണ്ട് കാന എന്നുള്ളത്, അതായത് യകൂനു, തക്കൂനു എന്നൊക്കെ സായിദിയാക്കപ്പെട്ടത് ഷാദായിട്ട് വന്നിട്ടുണ്ട്. ഫി ഖൗലി ഉമ്മി അഖീൽ ഇബ്നു അബി താലിബ്. ഓക്കെ, ഉമ്മു അഖീൽ ഇബ്നു അബി താലിബ് എന്നുള്ള ഒരു അറേബ്യൻ വനിതയുടെ ഖൗലിൽ നമുക്ക് കാന എന്നുള്ളതിൻ്റെ മുളാരിഅനെ എന്താക്കപ്പെട്ടതായിട്ട്, സായിദിയാക്കപ്പെട്ടതായിട്ട് കാണാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അൻത തകൂനു മാജിദുൻ നബീലു ഇദാ തഹുബ്ബു ശംഅലു ബലീലു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈത്ത് പാടിയിട്ടുള്ളത് ഉമ്മു അഖീൽ ഇബ്നു അബി താലിബ് എന്നാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഇദ്ദേഹം ഈ ഒരു മഹദി തന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരാളോട് പറയുകയാണ്, അൻത തീർച്ചയായിട്ടും നീ, തക്കൂനു, തക്കൂനു എന്നുള്ളതാണ് ഇവിടെ സായിദിയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അൻത തക്കൂനു മാജിദുൻ നബീലു, മാജിദുൻ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവനാണ്, നബീലുൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവനാണ്. ഇദാ തഹുബ്ബു ശംഅലു ബലീലു, ഇദാ തഹുബ്ബു അടിച്ചു വീശുകയാണ് എങ്കിൽ, ഷംഅലു, ഷംഅല് എന്ന് പറഞ്ഞാൽ
ഒരു തരത്തിലുള്ള അറേബ്യയിൽ അടിച്ചിരുന്ന ഒരു കാറ്റിന് അവരിട്ടിട്ടുള്ള പേരാണ് ഷംഅൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഷംഅൽ എന്ന് പറഞ്ഞാൽ കാറ്റിനെ കുറിച്ചാണ് പറയുക. ബലീലുൻ എന്ന് പറഞ്ഞാൽ നനവുള്ള എന്നർത്ഥം. അപ്പോൾ നനവുള്ള കാറ്റ് അടിച്ചു വീശുകയാണെങ്കിൽ നീ മാന്യനായിരിക്കും എന്നുള്ളതുപോലെ ബുദ്ധിയുള്ളവനായിരിക്കും എന്നാണ് ഈ ഒരു ബൈത്തിലൂടെ ആ മഹദി പറയുന്നത്. ഏതായാലും കാറ്റടിച്ചു വീശുന്ന അവസരത്തിൽ, നല്ല മഴയ്ക്ക് സാധ്യതയുള്ള അവസരത്തിലും നീ നല്ല മഹത്വമുള്ളവനായിരിക്കും. ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനൊക്കെ മുന്നിട്ട് വരുന്നവനായിരിക്കും എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ ആ മഹദി പറയുന്നത്. ഏതായാലും ഇവിടെ അൻത മാജിദുൻ നബീലുൻ എന്നുള്ള ആ മുബ്തദഇൻ്റെയും ഖബറിൻ്റെയും ഇടയിലായിട്ട് തകൂനു എന്നുള്ള ഫിഅലിനെ അത് തന്നെ കാന എന്നുള്ളതിൻ്റെ മുളാരി ആയിട്ടുള്ള രൂപത്തെയാണ് ഇവിടെ സായിദിയാക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അതിനാണ് ഈ ബൈത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത ബൈത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബൈത്തിലായിട്ട് പഠിച്ചത് എന്തായിരുന്നു? കാന എന്നുള്ളതിനെ സായിദയായിട്ട് ഉപയോഗിക്കപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു. ആവശ്യമില്ലാതെ കാനയെ ഉപയോഗിക്കപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആവശ്യമുണ്ടായിട്ടും കാനയെ കളഞ്ഞ അവസരത്തെക്കുറിച്ചാണ്. ഓക്കെ, അതാണ് അടുത്തത് പറയാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. വയഹ്ദിഫൂനഹാ വയുബ്ഖൂനൽ ഖബർ വബഅദ ഇൻ വലൗ കസീറൻ ദഷ്തഹർ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. വയഹ്ദിഫൂനഹാ, അറബികൾ എന്ത് ചെയ്യുന്നു? കാന എന്നുള്ളതിനെ കളയുന്നു. വയുബ്ഖൂനൽ ഖബർ, എന്നിട്ട് ആ കാന എന്നുള്ളതിൻ്റെ ഖബറിനെ മാത്രം ശേഷിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ കാന എന്നുള്ളത് വരുമ്പോൾ അതിൻ്റെ ഇസ്മുണ്ടാകും ഖബറുമുണ്ടാകും. ഖബറിനെ മാത്രം ശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാനയെയും അതിൻ്റെ ഇസ്മിനെ കൂടി അവർ കളയുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി ഇത് കൂടുതലായിട്ട് വരുന്നത് വബഅദ ഇൻ വലൗ, ഇൻ എന്നുള്ള ലൗ എന്നുള്ള ഹർഫുകൾക്ക് ശേഷം കസീറൻ കൂടുതലായിട്ടും ദഷ്തഹർ ഈ ഒരു പ്രവർത്തനം മുഷ്തഹിറായിട്ടുണ്ട്, പ്രശസ്തമായിട്ടുണ്ട് എന്നർത്ഥം. അതായത് അറബികൾ ഇൻ ലൗ എന്നുള്ളതിന് ശേഷം അധികമായിട്ടും കാന എന്നുള്ളത് പോലെ അതിൻ്റെ ഇസ്മ എന്നിവയെ കളഞ്ഞ് ഖബറിനെ മാത്രം പറയാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ലൗ എന്നുള്ളതിന് ശേഷം ഇങ്ങനെ ഖബർ മാത്രം വരുന്ന പദങ്ങൾ നമ്മൾ പല കിതാബുകളിലായിട്ട് ഫതുഹുൽ മുഈനിലൊക്കെ ആയിട്ട് ധാരാളമായിട്ട് പഠിക്കാറുണ്ട് അല്ലേ. വലൗ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിലും ശരി എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ലൗ എന്നുള്ളതിന് ശേഷം അവിടെ ഒരു കാനയെയും അതിൻ്റെ ഇസ്മിനെയും കൂടി നമ്മൾ സങ്കല്പിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഷറഹിലേക്കൊന്ന് നോക്കുക. തുഹദഫു കാന, കാന എന്നുള്ളത് കളയപ്പെടുന്നു. മഅസ്മിഹ, അതിൻ്റെ ഇസ്മോട് കൂടെ. വയബ്ഖാ ഖബറുഹ എന്നുള്ളത് പോലെ അതിൻ്റെ ഖബർ ശേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാനയും ഇസ്മും കളയപ്പെടും, അതിൻ്റെ ഖബർ ശേഷിക്കും. കസീറൻ, അത് കൂടുതലായിട്ടും. ബഅദ ഇൻ, ഇൻ എന്നുള്ളതിന് ശേഷം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം കാണാറുണ്ട് എന്നർത്ഥം. കഖൗലിഹി, ഷാഇറിൻ്റെ ഖൗല് പോലെ. ഇവിടെ ഷായറിൻ്റെ പേര് നുഅ്മാൻ ഇബ്നുൽ മുൻദിർ എന്നുള്ളവരാണ്. ഓക്കെ, ഹൈറ എന്നുള്ള സ്ഥലത്തിലെ അറബികളുടെ രാജാവായിരുന്നു ഇദ്ദേഹം, നുഅ്മാൻ ഇബ്നുൽ മുൻദിർ എന്നുള്ളത്. ഓക്കെ, ഇദ്ദേഹം ഈ ബൈത്ത് പാടുന്നത് റബീഉ ഇബ്നു സിയാദുൽ അബ്സി എന്നുള്ള ഒരു ആളെക്കുറിച്ചാണ്. ആ ബൈത്തിലേക്കൊന്ന് നോക്കാം. قد قيل ما قيل إن صدقا وإن كذبا فما اعتذارك من قول إذا قيل. ഓക്കെ, നമുക്കറിയാം ഹദീസുകളിലൊക്കെ നമ്മൾ ഖീല വഖാലയെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ടല്ലേ. ഖീല വഖാല എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് വെറുതെ പരക്കെയങ്ങ് ഓരോ കാര്യങ്ങൾ പറയപ്പെടുക. ആര് പറഞ്ഞുവെന്നോ എന്തിന് പറഞ്ഞുവെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവുകയില്ല. ആളുകൾക്കിടയിൽ ഇങ്ങനെ പരക്കെ ഒരാളെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ പറയപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഖീല വഖാല എന്ന് പറയാറുള്ളത്. ഓക്കെ, ഏതായാലും റബീഉ ഇബ്നു സിയാദുൽ അബ്സി എന്നുള്ള ഒരാളെക്കുറിച്ച് ധാരാളം ജനങ്ങൾക്കിടയിൽ മോശമായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എത്രത്തോളം നിരപരാധിയാണ് എങ്കിലും അത് ആളുകൾക്കിടയിൽ ഇങ്ങനെ മുഷ്തഹിറായിട്ട് ഓരോ കാര്യങ്ങൾ പറയപ്പെട്ടാൽ പിന്നെ അദ്ദേഹം അങ്ങനെയായിട്ട് മാറും ജനങ്ങൾക്കിടയിൽ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ നുഅ്മാൻ ഇബ്നുൽ മുൻദിർ എന്നുള്ളവർ പറയുന്നത്. അത് ഖീല മാ ഖീല, തീർച്ചയായിട്ടും പറയപ്പെട്ടതെല്ലാം പറയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് റബീഉ ഇബ്നു സിയാദിനെ കുറിച്ച് ധാരാളം ആളുകൾ പലതും ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇൻ സിദ്ഖൻ വ ഇൻ കദിബൻ. ഓക്കെ, അത് സത്യമാണെങ്കിലും
കളവാണെങ്കിലും ശരി, രണ്ടാണെങ്കിലും ഇങ്ങനെ ആളുകൾ വെറുതെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ കാനൽ മഖൂലു സിദ്ഖൻ വ ഇൻ കാനൽ മഖൂലു കദിബൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇൻ കാനൽ മഖൂലു ആ പറയപ്പെട്ടതാണെങ്കിലും ശരി, സിദ്ഖൻ അത് സിദ്ഖാണെങ്കിലും സത്യമാണെങ്കിലും ശരി, വ ഇൻ കാനൽ മഖൂലു കദിബൻ ഓക്കെ ആ പറയപ്പെടുന്ന കാര്യം കദിബാണെങ്കിലും അതെല്ലാം പറയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇൻ എന്നുള്ളതിന് ശേഷം കാനൽ മഖൂലു എന്നുള്ള ഒരു കാനയും അതിൻ്റെ ഇസ്മുമുണ്ട്. അതിൻ്റെ ഖബറായിട്ടാണ് സിദ്ഖൻ എന്നുള്ള പദം വന്നിട്ടുള്ളത്. എന്നാൽ ആ കാനയെയും ഇസ്മിനെയും കളഞ്ഞുകൊണ്ട് സിദ്ഖൻ എന്നുള്ള കദിബൻ എന്നുള്ള ഖബറിനെ മാത്രം ശേഷിപ്പിച്ചതാണ് ഇവിടെ ഇൻ എന്നുള്ള പദത്തിന് ശേഷം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത മിസ്റയിലൂടെ ഫമഅ്തിദാറുക മിൻ ഖൗലിൻ ഇദാ ഖീല ഫമഅ്തിദാറുക. അപ്പോൾ ഇനി റബീഉ ഇബ്നു സിയാദ്, ഇനി നീ ധാരാളം ഉദ്റുകൾ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തത് ഇന്നാലിന്ന കാരണം കൊണ്ടായിരുന്നുവെന്ന് നീ കാരണം ബോധിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ഫായിദയാണുള്ളത്, എന്തുപകാരമാണുള്ളത്? മിൻ ഖൗലിൻ ഒരു ഖൗലിൽ നിന്നും ഇദാ ഖീല അത് പറയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നിന്നെക്കുറിച്ച് ധാരാളം മോശത്തരങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നീ അതിനൊക്കെ കാരണം ബോധിപ്പിച്ചിട്ടോ നിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല എന്നാണ് ഇവിടെ നുഅ്മാൻ ഇബ്നുൽ മുൻദിർ എന്നുള്ളവർ റബീഉ ഇബ്നു സിയാദിനോട് ഇവിടെ പറയുന്നത്. ഏതായാലും ഇവിടുത്തെ കാര്യം നമുക്ക് മനസ്സിലായിരിക്കും. ഇൻ എന്നുള്ളതിന് ശേഷം കാനൽ മഖൂലു എന്നുള്ള കാനയും അതിൻ്റെ ഇസ്മും കളയപ്പെട്ടിട്ട് സിദ്ഖൻ എന്നുള്ള ഖബറാണ് പറയപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ആ തഖദീറു ഇവിടുത്തെ തഖദീർ ഇൻ കാനൽ മഖൂലു സിദ്ഖൻ വ ഇൻ കാനൽ മഖൂലു കദിബൻ എന്നായിരുന്നു. ഓക്കെ, നമ്മൾ ഇൻ എന്നുള്ളതിന് ശേഷം കാനയും അതിൻ്റെ ഇസ്മും കളയപ്പെടുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇനി ബൈത്തിൽ ലൗ എന്നുള്ള ഒരു പദത്തിന് ശേഷവും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് ഷറഹിൽ അടുത്തത് വിശദീകരിക്കുന്നത്. വബഅദ ലൗ, ലൗ എന്നുള്ളതിന് ശേഷവും ഇങ്ങനെ കാനയും അതിൻ്റെ ഇസ്മും കളയപ്പെടുന്നത് ധാരാളമായിട്ടുണ്ട്. ഖൗലിക നീ പറയുന്നത് പോലെ ഇഅ്തിനി ബിദാബത്തിൻ വലു ഹിമാറൻ, ഇഅ്തിനി ബിദാബത്തിൻ നീ എൻ്റെ അടുത്തേക്ക് ഒരു മൃഗത്തെ കൊണ്ടുവരണം, വലു ഹിമാറൻ അതൊരു കഴുതയാണെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ ദാബത്ത് കൊണ്ടുവരണം, വലു ഹിമാറൻ എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ ലൗ എന്നുള്ളതിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കുക, ഐ വലു കാനൽ മഅ്തിയു ബിഹി ഹിമാറൻ. ഓക്കെ, കൊണ്ടുവരപ്പെടുന്ന കാര്യം അതൊരു കഴുതയാണെങ്കിലും ശരി എന്നാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആശയം അല്ലേ. അപ്പോൾ വലു കാനൽ മഅ്തിയു ബിഹി കൊണ്ടുവരപ്പെടുന്ന കാര്യമാണെങ്കിലും ശരി എന്നുള്ളിടത്ത് കാന എന്നുള്ള ആ ഫിഅലും അതിൻ്റെ ഇസ്മായിട്ടുള്ള മഅ്തിയു ബിഹി എന്നുള്ളതും കളയപ്പെട്ടുകൊണ്ട് വലു ഹിമാറൻ എന്ന് മാത്രമാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയും ലൗ എന്നുള്ളതിന് ശേഷവും കാനയും അതിൻ്റെ ഇസ്മും ധാരാളമായിട്ട് കളയപ്പെടാറുണ്ട്. ഇത് നമ്മൾ മറ്റുള്ള കിതാബിലൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പ്രത്യേകിച്ചും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാകും. ഓക്കെ, എന്നാൽ വഖദ് ശദ്ദ ഹദ്ഫുഹ ബഅദ ലദുൻ, ഇപ്പോൾ ഇൻ ലൗ എന്നുള്ളതിന് ശേഷമാണ് നമ്മൾ കാനയും ഇസ്മും കളയപ്പെടുന്നത് പഠിച്ചത്. എങ്കിലും വഖദ് ശദ്ദ ഹദ്ഫുഹ ഈ കാന എന്നുള്ളതും അതിൻ്റെ ഇസ്മും കളയപ്പെട്ടതായിട്ട് ഷാദായിട്ട്, അതായത് ഒറ്റപ്പെട്ട ചില അറബികൾ മാത്രമേ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഷാദായിട്ട് വന്നിട്ടുണ്ട്. ബഅദ ലദുൻ, ലദുൻ എന്നുള്ളതിന് ശേഷം. ഓക്കെ, ലദുൻ എന്നുള്ളത് മുതൽ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണല്ലോ ഉള്ളത്. ഖൗലിഹി ഒരു ഷായറിൻ്റെ കൗല് പോലെ. അപ്പോൾ ഇവിടെ ഷായർ പറയുന്നത് മില്ലദു ഷൗലൻ ഫഇല ഇത്ലാഇഹ എന്നുള്ളതാണ്. ഓക്കെ, ലദുൻ എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ് ലദു എന്നുള്ളത്. ഓക്കെ, അതിനും സമാനമായിട്ടുള്ള മുതൽ എന്നുള്ള അർത്ഥമാണുള്ളത്. ഓക്കെ, അറബികളിത് സാധാരണ നമ്മൾ മലയാളത്തിൽ ഓരോ പദപ്രയോഗങ്ങളും മസലായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ, പഴഞ്ചൊല്ലായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു പഴഞ്ചൊല്ലായിട്ടാണ് അറബികൾ ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഷൗലൻ എന്ന് പറഞ്ഞാൽ ഷായിലത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഷൗല് എന്ന് പറയുന്നത്. ഓക്കെ, ഷായിലത്ത് എന്ന് പറഞ്ഞാൽ അന്നാഖത്തുല്ലത്തി ഖഫ ലബനുഹ വർത്തഫഅ ലറഉഹ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒട്ടകങ്ങൾക്കൊക്കെ ഗർഭം വരാൻ വേണ്ടിയിട്ട് ആണൊട്ടകവുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, മുട്ടിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മുട്ടിക്കുന്നതിലൂടെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അതിന് മുട്ടിക്കുക എന്നും ചവിട്ടിക്കുക എന്നൊക്കെ വ്യത്യസ്ത നാടുകളിൽ പറയാറുണ്ട്. ഏതായാലും ഇങ്ങനെ
ആണും പെണ്ണുമായിട്ട് ഇണ ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒട്ടകത്തെക്കുറിച്ചാണ് ഷായിലത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ആണ് ഷൗലൻ എന്നുള്ളത്. അപ്പോൾ മില്ലതു ഷൗലൻ, ഷൗല് ആയത് മുതൽ ഫ ഇല ഇത്തില ഇഹ, അത്തില എന്ന് പറഞ്ഞാൽ അത്തിലത്തിൻ നാഖത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടകം അതിൻ്റെ കുട്ടിയെ ഒപ്പം കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത്തില എന്നുള്ളതിൻ്റെ മസ്തറാണ് ഇത്തില എന്ന് പറയുന്നത്. അപ്പോൾ ഫ ഇല ഇത്തില ഇഹ, അത് ആ ഒട്ടകം അതിൻ്റെ കുട്ടിയെ ഒപ്പം കൊണ്ടുപോകുന്നത് വരെ. ഓക്കെ, അപ്പോൾ മില്ലതു ഷൗലൻ ഫ ഇല ഇത്തില ഇഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനു മുമ്പ് ഈ ഒരു മിസ്റായിന് മുമ്പ് നമ്മൾ റബ്ബൈത്തു എന്നുള്ള പദവും കൂടെ നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ റബ്ബൈത്തുഹ, ഞാൻ ആ ഒട്ടകത്തെ പോറ്റി വളർത്തിയിട്ടുണ്ട്. മില്ലതു ഷൗലൻ, അത് ഇങ്ങനെ ആണൊട്ടകവുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട സമയം മുതൽ ഫ ഇല ഇത്തില ഇഹ, അത് ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് വരെ, അതായത് അത്രയും ആ ഒട്ടകത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ ഞാനാണ് അതിനെ പോറ്റി വളർത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ ഒരു മിസ്റാ വന്നിട്ടുള്ളത്. ഇത് സാധാരണഗതിയിൽ അറബികളിൽ സാധാരണ മസലായിട്ടൊരു പഴഞ്ചൊല്ലായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് എന്നർത്ഥം. ഏതായാലും ഇവിടെ മില്ലതു അൻകാനത്തിന്നാഖത്തു ഷൗലൻ എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. റബ്ബൈത്തുഹ, ഞാനിതിനെ പോറ്റി വളർത്തി. മില്ലതു അൻകാനത്തിന്നാഖത്തു ഷൗലൻ, ഈ ഒട്ടകം ഷൗലായിരിക്കുന്നത് മുതൽ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലതു എന്നുള്ളതിന് ശേഷം കാനത്ത് എന്നുള്ള ആ ഫിഅലും പിന്നെ അതിൻ്റെ ഇസ്മായിട്ടുള്ള നാഖത്ത് എന്നുള്ള പദവും കളയപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷമാണ് ഷൗലൻ എന്നുള്ള കാനയുടെ ഖബർ വന്നിട്ടുള്ളത്. അപ്പോൾ ലദുൻ എന്നുള്ളതിന് ശേഷവും ലദു എന്നുള്ളതിന് ശേഷവും ഇങ്ങനെ ലൗ എന്നുള്ളതിന് ശേഷം ചെയ്യപ്പെടാറുള്ളത് പോലെ കാന എന്നുള്ളതും അതിൻ്റെ ഇസ്മും കളയപ്പെടാറുണ്ട്. അത്തഖദീറു, ഇവിടുത്തെ തഖദീർ മില്ലതു അൻ കാനത്ത് ഷൗലൻ എന്നാണ്. അതായത് ആ ഒട്ടകം ഷൗല് ആയത് മുതൽ എന്നാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാനയും അതിൻ്റെ ഇസ്മും ധാരാളമായിട്ട് ഇൻ ലൗ എന്നുള്ള പദങ്ങൾക്ക് ശേഷം കളയപ്പെടാറുണ്ട്. എന്നാൽ മറ്റുള്ള ലദുൻ എന്നൊക്കെയുള്ള പദങ്ങൾക്ക് ശേഷം ചില അവസരങ്ങളിൽ മാത്രം ഷാദായിട്ട് മാത്രം അറബികളിൽ ഇങ്ങനെ ഉപയോഗിച്ചും ശീലമുണ്ട് എന്നർത്ഥം. ഓക്കെ.